മാത്രം ഒരുപാട് കേരളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ. എന്നാലും നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള നമ്മളെക്കാളും ഒരു +2 പാസ്സായ നോർത്ത് ഇന്ത്യൻ പയ്യനും ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പയ്യനും ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നോർത്ത് ഇന്ത്യയിലുള്ള പയ്യന് ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആണ്. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ മടിയൊന്നുമില്ല. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശൈലി വേറെ ആണെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് പറയാൻ വലിയ പേടിയില്ലാത്തതുകൊണ്ട് അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നുമുണ്ട്. നമ്മുടെ ആളുകൾ മിടുക്കന്മാരല്ല എന്നല്ല പറഞ്ഞു കേട്ടോ. നമ്മുടെ ആളുകൾക്ക് ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ പലപ്പോഴും കുറച്ച് പിന്നോക്കം പോകുന്നത് കാരണം കൊണ്ട് മാത്രം ജോലിയിൽ ശമ്പളം കൂടാത്ത ആളുകൾ, പ്രൊമോഷൻ കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ജോലി മേഖലയിൽ അടുത്തൊരു നല്ലൊരു ജോലി കിട്ടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഈ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാട് കഥാപുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരു പുസ്തകം എടുക്കാം കേട്ടോ. ഈ ഒരു ഗെയിമേ 2 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കളിക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിത് ഗെയിം തുടങ്ങാൻ പോവാണ്. ഈ ഗെയിമിലുള്ള ഒരാൾ ഞാനാണ്, ഒരാൾ നിങ്ങളാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ വെച്ചിട്ടുള്ളൂ. പ്ലസ് ആവശ്യമുള്ളത് നമുക്കൊരു സ്റ്റോറി ബുക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ കുറേ സ്റ്റോറി ബുക്കുകളിൽ നിന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റോറി ബുക്ക് എടുത്തു. ദ ഫൂളിഷ് ഡോങ്കി. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു കഥാപുസ്തകം വായിച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരാനാണോ ഈ ചങ്ങായി ഉദ്ദേശിക്കുന്നത് എന്ന് ചിലപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. കഥാപുസ്തകം വായിച്ചിട്ട് അത് പഠിപ്പിച്ചു തരാനല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ ഒരു സ്റ്റോറി വായിക്കും. ദ ഫൂളിഷ് ഡോങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഞാനിവിടെ വായിക്കും. അപ്പം നിങ്ങളിൽ കുറേ പേര് ഇപ്പോഴും പേപ്പർ മാൻ എടുക്കാതിരിക്കുന്നുണ്ടാവും ട്രിക്ക് എന്താണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ട്രിക്ക് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ സ്റ്റോറി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം, മറക്കരുത്. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ സ്റ്റോറി വായിക്കാൻ പോവാണ്. ദ ഫൂളിഷ് ഡോങ്കി. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദ ഫൂളിഷ് ഡോങ്കി. In a village there lived a merchant who would load sack full of salt on his donkey's back every morning and go to the market. On the way they had to cross a river. One day the donkey accidentally fell into the river. The salt dissolved in the water and the weight of the sacks reduced. സ്റ്റോറിയുടെ ഫസ്റ്റ് പേജ് വായിച്ചുട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഒരു കഴുതപ്പുറത്ത് ഉപ്പ് ചാക്ക് കെട്ടി ഒരു പാലം കിടത്തുമ്പോൾ കഴുത വെള്ളത്തിലേക്ക് വീണ ഒരു കഥ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ. സെയിം കഥ തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതുള്ളത്. ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിനകത്ത് ഇത് മൊത്തം സ്റ്റോറി വായിച്ചില്ലേ, ഇതിനകത്ത് ഞാൻ ഒരു വാക്ക് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയാൻ പോവാണ്. ദ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റോറിയിൽ ജസ്റ്റ് 2 പേജേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് 2 പേജ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റോറിയിൽ എത്ര തവണ ദ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യലാണ് നിങ്ങളുടെ ആകെ ഉത്തരവാദിത്തം. മനസ്സിലായി? അപ്പോൾ സ്റ്റോറി ഒന്നുകൂടി വായിച്ചു തുടങ്ങാൻ പോവാണ്. സ്റ്റോറി വായിച്ച് ഈ 2 പേജ് വായിച്ച് തീരുമ്പോൾ നിങ്ങൾ പേപ്പറും പേനയും എടുത്തിട്ടുള്ള ആളുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാം എത്ര തവണ ദ എന്ന് പറഞ്ഞ വാക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നിട്ടാ. പേപ്പർ പേൻ എടുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഓടിപ്പോയി ഒരു പേപ്പറും പേനയിലെ പേപ്പറും പെൻസിലും എടുത്തിട്ട് വായോട്ടാ. അപ്പോൾ തുടങ്ങാൻ പോകണട്ടാ. ദ ഫൂളിഷ് ഡോങ്കി. ദ ഫൂളിഷ് ഡോങ്കി. In a village there lived a merchant who would load sack full of salt on his donkey's back every morning and go to the markets. On the way they had to cross a river. One day the donkey accidentally fell into the river. The salt dissolved in the water and the weight of the sacks reduced. Next day the donkey was carrying some more sacks of salt. He thought, if I again fall into the river, my burden will become less. He fell purposefully. The salt dissolved in the water and the sack again became lighter. The merchant understood the trick of a donkey and thought of teaching him a lesson. Next day, the merchant loaded a sack full of cotton on the donkey's back. The donkey played the same trick and purposefully fell into the river, hoping that the load will get lighter. But the wet cotton became heavier and the donkey had to suffer a lot to carry it. Moral:
don't find ways to avoid your work and do your duty. ക്ലിയർ ആയില്ലേ? സിമ്പിൾ സ്റ്റോറി അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ എത്ര തവണ നിങ്ങൾ ഇതിൽ ദ എന്ന് പറയുന്ന വാക്ക് ഇത് ഈ സ്റ്റോറിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ആരും ചോദിക്കേണ്ട. സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് എണ്ണീറ്റ് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ശ്രദ്ധിച്ച് കേട്ട ആളുകൾ, കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് അടിക്കുക, സ്റ്റോറി തുടങ്ങുന്നിടത്തുനിന്ന് വെക്കുക. എത്ര തവണ ദ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട് എങ്കിൽ എത്ര തവണ വന്നു എന്നുള്ളതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം എന്താണെന്ന് ക്ലിയർ ആവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു 2 പേരുള്ള ഗ്രൂപ്പ് പോലത്തെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ, ഒരാൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട്, സ്റ്റോറി ബുക്ക് ആവാം, ടെക്സ്റ്റ് ബുക്ക് ആവാം, മാഗസിൻ ആവാം, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഏത് ബുക്കാണുള്ളത് ആ ബുക്ക് എടുക്കുക. ഇതുപോലെ നമ്മൾ ദ എന്ന് പറയുന്ന ഒരു വാക്ക് സെലക്ട് ചെയ്തതുപോലെ ആ വായിക്കാൻ പോകുന്ന ആൾ ഇഷ്ടമുള്ള ഒരു വാക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകളായിരിക്കും കുറച്ചുകൂടി ഈ ഗെയിമിന് നല്ലതെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ദ എടുത്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ദ എന്ന് പറഞ്ഞ വാക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഒരാൾ വായിക്കുന്നു, ഒരു വാക്ക് ഏതാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ പറയുന്നു, അതിനുശേഷം അവർ ആ ബുക്ക് വായിക്കുന്നു. 1-2 പേജ് വായിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഈ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ബ്രെയിനിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഒരാള്, ഒരു പർട്ടിക്കുലർ ആള് ബുക്ക് വായിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കും. അപ്പൊ ആ സ്റ്റോറി വായിക്കുമ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് ഇന്നൊരു വാക്ക് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ ബ്രെയിനിന് കൊടുക്കുകയാണ്. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യാണ്? ബ്രെയിൻ ഇങ്ങനെ ആ ഒരു വാക്കിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വാക്ക് വരുമ്പോൾ ബ്രെയിൻ അതിനെ ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് പറയാം, ഓക്കെ ഇവിടെ ഒരു വട്ടം വന്നു, ഇവിടെ ഒരു വട്ടം വന്നു, ഇവിടെ ഒരു വട്ടം വന്നു. ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആ സ്റ്റോറി മൊത്തം നിങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഒരു വാക്ക്, ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ഈ ഒരു വാക്ക്, നമ്മൾ ഗെയിമിൽ ഇട്ട ഒരു വാക്ക് കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്രിഗർ ചെയ്യും. ഓക്കെ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ, നമ്മൾ നോർമലി മലയാളം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് മലയാളം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. ഈ ഒരു ഗെയിം നമ്മൾ എന്താ പറയുക, പല രീതിയിൽ കളിക്കാട്ടോ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ട് എന്റർടൈൻമെന്റ് പോലെ ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലുള്ള പല വാക്കുകളും കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങുകയും, ഇല്ല നാളെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ഓഡിയോ കേൾക്കുകയാണ്, വീഡിയോ കാണുകയാണ്, അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിനിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിന്ന് മാറിയിട്ട് ബ്രെയിൻ പെട്ടെന്ന് ഇംഗ്ലീഷിൽ എന്തോ സംഭവം വരുന്നുണ്ട്, ചിലപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്ക് കണ്ടുപിടിക്കാൻ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇതൊക്കെ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾ അറ്റൻഷൻ കിട്ടാനും, നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളെ ശ്രദ്ധിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ലിസണിങ് സ്കില്ല് കൂട്ടാനും ഈ ഒരു മെത്തേഡ് സഹായിക്കട്ടോ. അപ്പൊ ഇത് ഒറ്റയ്ക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. പോവുക, മൊബൈൽ ഫോൺ ഞാനിപ്പോൾ വെച്ച പോലെ ഒരു ക്യാമറയിൽ മൊബൈൽ ഫോൺ വെക്കുക, വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കുക. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ്, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകം ചുമ്മാ വായിക്കുക. 1-2 പേജ് നിങ്ങൾ വായിച്ചതിന് ശേഷം വീഡിയോ ഓഫ് ചെയ്യുക. വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിച്ച ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആ ബുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ വീഡിയോ പ്ലേ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ആ വാക്ക്, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ വാക്ക് എത്ര തവണ ഞാൻ പറഞ്ഞ ഓഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ എത്ര തവണ വരുന്നുണ്ട് നോക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത നമ്പറും നമ്മൾ വായിച്ച പുസ്തകവും എടുത്തിട്ട് എണ്ണി നോക്കുക. ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. മറ്റാൾക്ക് ഓൾറെഡി മറ്റാളുകൾക്ക് പറയാം, എണ്ണി നോക്കിയിട്ട് അവർക്ക് പറയാം. ഒറ്റയ്ക്കുള്ള ആളുകൾ ഞാൻ വായിച്ച ഭാഗത്ത് ഇന്ന വാക്ക് എത്ര തവണ വന്നു എന്ന് എണ്ണി നോക്കിയിട്ട് അതും നമ്മൾ കേട്ടതും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ, നമ്മൾ എഴുതി വെച്ച നമ്പറും ബുക്കിലുള്ള നമ്പറും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി അടച്ചു വെക്കുക, വീണ്ടും കേൾക്കുക. കാരണം എന്താണെന്നറിയോ, മാച്ച് ആവുന്ന വരെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിസണിങ് സ്കില്ല് പ്രോപ്പറായി വരുന്നുണ്ട് എന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു സ്റ്റേജിലൊക്കെ വാക്കുകൾ വിട്ടു പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ഇംഗ്ലീഷിലുള്ളത് പ്ലേ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാട്ടോ. അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഇതൊരു ഗെയിം പോലെ കളിക്കുമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഇംഗ്ലീഷ് ഡെവലപ്പ് ആവുന്ന കാര്യത്തിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ.
അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ഒക്കെ കളിക്കുക. നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചെയ്യാം. അല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് അവർ 2 പേജ് വായിച്ചു തരാൻ അവർക്ക് ആകെ 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്കത് കേട്ടിട്ട് നമുക്കത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു 1-2 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു 2 പേജ് കഥ വായിക്കാനും അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാനും നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനും ആവശ്യമുള്ളൂ കേട്ടോ. 2 മിനിറ്റ് നമ്മൾ ഗെയിം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതിനുള്ള നമ്മുടെ കഴിവ് ഇൻക്രീസ് ആവും. ലിസണിങ് സ്കില്ല് ഇൻക്രീസ് ആവും. ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ സാധാരണ കേൾവിയിൽ നിന്ന് മാറി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ പ്രാക്ടീസ് ചെയ്താലും ചിലപ്പോൾ ഒന്നും തലയിലേക്ക് കയറിയില്ലെങ്കിൽ നമുക്കൊരു പ്രയോജനവും ഇല്ല. ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി 1-2 കാര്യങ്ങളോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടിയാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ എത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള 2 മറുപടി പറയാനാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, വളരെ ചുരുക്കി പറയാൻ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ അങ്ങനെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറോ അല്ലെങ്കിൽ ട്രെയിനറോ അല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിച്ചു നീട്ടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോകൾ ഒരു 99% വളരെ തുടക്കക്കാരായിട്ടുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഷാർപ്പായിട്ട് വളരെ ക്രിസ്പായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോകളൊക്കെ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ എത്ര ലെങ്തി ആയിട്ട് ചെയ്താലും ആവറേജ് എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ 3 to 4 minutes ആണ് നിങ്ങളെല്ലാവരും ആവറേജ് കാണുന്ന ഒരു ടൈം. പക്ഷെ ഇതിൽ ഒരുപാട് ആളുകൾ, അതിൽ കൂടുതൽ കാണുന്ന ആളുകൾ ഇത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടക്കക്കാരായതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു ട്രിക്കും മുന്നേ പറഞ്ഞിട്ടുള്ള ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മളൊരു സീരീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറേ വാക്കുകൾ, എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത കുറച്ച് വാക്കുകളും അത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വരും സീരീസുകളിൽ. അപ്പോൾ ആ സെൻറ്റൻസുകളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ സെൻറ്റൻസുകൾ അങ്ങനെ എടുത്ത് പ്രയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ മലയാളം പറഞ്ഞു പഠിച്ച പോലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളോട് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് കേട്ട് നമ്മൾ അതേ സാധനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ ഈ മലയാളമൊക്കെ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ നമ്മൾ ഗ്രാമറോ മലയാളത്തിൻ്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഭാഷാ നിഘണ്ടു അല്ലെങ്കിൽ ഭാഷയുടെ ശൈലിയോ ഗ്രാമറോ ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ ഇങ്ങനെ മലയാളം ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതും. അപ്പം നമ്മളിങ്ങനെ കുറേ കാണാപ്പാടം പഠിച്ച് സിമ്പിളായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ പറഞ്ഞ ട്രിക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും അഭിപ്രായം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പ്രൊഫഷണൽ ഇംഗ്ലീഷ് ട്രെയിനർ അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ, ഞാനൊരു സാധാരണ വീട്ടിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വന്ന ഒരാളാണ്. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിനും പോയിട്ടില്ല. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല പഠിച്ചത്. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നൊരാൾ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ആരുടെ അടുത്ത് പോയാലും ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു ചമ്മലായിട്ടോ അല്ലെങ്കിൽ പേടിയായിട്ടോ തോന്നുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ മാറി. അപ്പം ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറിയപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ജോലി കിട്ടാത്ത, ഇന്റർവ്യൂവിന് പാസ്സാവാത്ത, ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം കേരളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ. എന്നാലും നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള നമ്മളെക്കാളും ഒരു +2 പാസ്സായ നോർത്ത് ഇന്ത്യൻ പയ്യനും ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പയ്യനും ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നോർത്ത് ഇന്ത്യയിലുള്ള പയ്യന് ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആണ്. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ മടിയൊന്നുമില്ല. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശൈലി വേറെ ആണെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് പറയാൻ വലിയ പേടിയില്ലാത്തതുകൊണ്ട് അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നുമുണ്ട്. നമ്മുടെ ആളുകൾ മിടുക്കന്മാരല്ല എന്നല്ല പറഞ്ഞിട്ട്, നമ്മുടെ ആളുകൾക്ക് ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ പലപ്പോഴും കുറച്ച് പിന്നോക്കം പോകുന്നത് കാരണം കൊണ്ട് മാത്രം
ജോലിയിൽ ശമ്പളം കൂടാത്ത ആളുകൾ, പ്രൊമോഷൻ കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ജോലി മേഖലയിൽ അടുത്തൊരു നല്ലൊരു ജോലി കിട്ടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഇവിടെ ഒരു കമൻറ്റിൽ നോക്കിയാൽ കാണാം, ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേട്ടാ ജോലി ചെയ്യുന്ന ആള് ആഫ്രിക്കൻസ്, അറബികൾ, ഫിലിപ്പീൻസ് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെയൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അവരോട് അതൊന്നും സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കാണ്. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളൊന്നും ഇംഗ്ലീഷ് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളല്ല. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് മോശമാണെന്നോ, അവരുടെ ഇംഗ്ലീഷിന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു ആക്സെന്റ് ഉണ്ടെന്നോ, അവർ വരുന്ന ഭാഗത്തെ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലത്തെ ആക്സെന്റ് ആയിട്ട് അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷിനും ടേസ്റ്റ് വരുന്നുണ്ടല്ലോ, എന്ന ആളുകൾ കളിയാക്കുമല്ലോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഒരു ആഫ്രിക്കക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് ആഫ്രിക്കൻ ഇംഗ്ലീഷ് പോലെ തന്നെയാണ് സംസാരിക്കുക. അല്ലാണ്ട് അവൻ അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ സംസാരിക്കുന്ന പോലെയല്ല ഒരിക്കലും സംസാരിക്കുക. ഒരു അറബി ആള് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അറബി ഇംഗ്ലീഷ് സംസാരിക്കുകയാണെന്ന് തന്നെ മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒറിജിനലി അറബിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴോ ഇവൻ മലയാളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മാത്രം നമ്മൾ സായിപ്പിന്റെ പോലെ സംസാരിക്കണം എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ആക്സെന്റ് മോശമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആക്സെന്റ് മോശമാണെന്ന് മറ്റാളുകൾ പറയുമ്പോൾ അയ്യോ എൻ്റെ ആക്സെന്റ് മോശമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ആവാതെ, എൻ്റെ ആക്സെന്റ് ഇങ്ങനെയാണ് ബൈ, ഞാൻ മലയാളിയാണ്, മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ മാത്രമാണെന്നും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറിയാൽ തന്നെ നമ്മുടെ പകുതി മുക്കാ പ്രശ്നങ്ങളും തീരുട്ടോ. അപ്പൊ അത്തരത്തിലൊരു മോട്ടിവേഷൻ തരാനാണ് ഞാൻ ഈ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോകളൊക്കെ കുറച്ച് വലിച്ച് നീട്ടി പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ വലിച്ചു നീട്ടി പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണമെന്നില്ല. അഹങ്കാരം കൊണ്ട് പറഞ്ഞാലോട്ടോ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാനൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ കാണണമെന്നില്ല, ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ അല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.